പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 33 വൈദികരെ പറ്റി ജോമോൻ ആരക്കുഴ പറഞ്ഞത് കേട്ടു. ആ സമയം മുതൽ എൻ്റെ ചങ്കിലൊരു വല്ലാത്ത വേദന. മറ്റൊന്നുമല്ല ആ വേദനയ്ക്ക് കാരണം, ബലിക്ക് മധ്യേ ബലിവസ്തുക്കൾ ഒരുക്കി വെച്ചിട്ട് കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. സത്യത്തിൽ ഈ കലഹിച്ചുകൊണ്ട് അവിടെ ബലി അർപ്പിച്ചപ്പോൾ അവിടെ ഇറങ്ങി വന്ന ആത്മാവേദ? പരിശുദ്ധാത്മാവാണോ അതോ അവിടെ അന്നേരം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആത്മാവാണോ? സത്യമായിട്ടും അവരോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആത്മാവ്. പരിശുദ്ധാത്മാവിന് ഇറങ്ങി വരാൻ പറ്റത്തില്ല. കാരണം നിറഞ്ഞ അനുസരണക്കേടിൻ്റെ ബലി അർപ്പിക്കുന്നു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരില്ലല്ലോ. അശുദ്ധിക്കും മധ്യേ വരാനുള്ളതല്ലല്ലോ. എളിമയോട് തങ്ങളുടെ അനുതാപത്തോടെയൊക്കെ നിൽക്കുന്ന ഹൃദയങ്ങളിലേക്കല്ലേ പരിശുദ്ധാത്മാവ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവിടെ കടന്നു വന്ന ആത്മാവേദ? ആ ആത്മാവിൻ്റെ പ്രവർത്തനമല്ലേ അവിടെ നടന്നത്? എങ്ങനെ ഈ കൊടിയ തിന്മയിൽ നിന്ന് ഇവർ പുറത്തു വരും? എങ്ങനെ ശിക്ഷ വാങ്ങിക്കാതെ പിരിയും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പുരോഹിതരെ നോട്ടം ഇട്ടോണം. നമ്മുടെ ഇടവകയിലൊക്കെ വരാൻ ഇവരിടയായാൽ നമ്മുടെ ഇടവക കൂടെ ശവിക്കപ്പെടും. കാരണം ഭാവി എല്ലുന്നിടം പാതാളം. അതുതന്നെ അവസ്ഥ. ഈ കൊടിയ പാപത്തിന് വേണ്ടി നമുക്കൂടെ പ്രാർത്ഥിക്കുക, ഇതുങ്ങളെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. പക്ഷെ എത്രയും ഇവർ പുറത്തു പോകാമെങ്കിൽ ഇവർ രക്ഷപ്പെടും. കാരണം പുറത്ത് പോകാമെങ്കിൽ ഈ ഇപ്പോൾ ഉള്ള ചട്ടവട്ടങ്ങളെല്ലാം പൊട്ടും. അപ്പോൾ അവർക്ക് പാപബോധമുണ്ടാകും. തെറ്റിപ്പോയി എന്ന് ദൈവത്തോട് പറയാം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവനുള്ളപ്പോൾ മാത്രമേ അനുദപിക്കാനൊക്കത്തുള്ളല്ലോ. മരിക്കുന്നതിന് മുമ്പ് അനുദപിക്കാൻ ജീവനുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുതാപമില്ലല്ലോ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ ഇവർ പുറത്ത് പോകുന്നതാണ് നല്ലത്. ഇവരെ പുറത്ത് വിട്ടേ മതിയാകൂ. ഇല്ലെങ്കിൽ ദൈവജനം ശ്രദ്ധിക്കുക ഇവർ വരുന്ന സ്ഥലങ്ങളിൽ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.